എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ബക്രീദിന് ഉണ്ടാക്കിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അഫ്ഗാനി റൈസ് എന്നാണ് ഈ റൈസിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഈ അഫ്ഗാനി റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലത്തെ ഷെഫിനായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അങ്ങനെ ഞാൻ ഈ ബക്രീദിന് തന്നെ ആ ഒരു റെസിപ്പി ട്രൈ ചെയ്തു. എനിക്ക് അവിടുന്ന് കഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അഫ്ഗാനി റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി റൈസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ. അപ്പോൾ അത് പിന്നെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നല്ല പോലെ കഴുകണം. ഒരു 5-6 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം തെളിയുന്നത് വരെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അതായത് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അല്ലേ വെള്ളത്തിലിട്ട് വെക്കാറുള്ളൂ, മന്തിക്കായാലും ബിരിയാണിക്കായാലും. ഇത് 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് കുതിരാനായിട്ട് വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ 3 മണിക്കൂർ മുമ്പ് കുതിരാനായിട്ട് വെച്ചതായിരുന്നു. 3 മണിക്കൂറിന് ശേഷം ഞാൻ പിന്നെ കഴുകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് വെള്ളം വാരാനായിട്ട് സ്റ്റെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ സ്റ്റെയിനറിലോട്ടിട്ട് മാറ്റിയിട്ട് വേണം പാന് ചൂടാക്കാൻ വെക്കാൻ. കാരണം ഇത്ര വെള്ളം ഫുള്ള് അംശങ്ങൾ പോകണം. കാരണം നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1 കിലോ ബസ്മതി റൈസിൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകുന്നത് നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം തെളിയുന്നത് വരെ കഴുകണം. അതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. പിന്നെ കഴുകേണ്ട ആവശ്യമില്ല, സ്റ്റെയിനറിലോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കിലോ റൈസിലോട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 100 ഗ്രാം ഓയിലാണ് ഒഴിക്കേണ്ടത്. 100 ഗ്രാം ഓയിൽ, സൺഫ്ലവർ ഓയിലായാലും അതുപോലെ ഏത് ഓയിലായാലും, നിങ്ങൾ കോൺ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. 100 ഗ്രാം ഒഴിക്കുക. അതിലോട്ട് 200 ഗ്രാം നല്ല പ്യുവർ ഗീ, ഏത് ഗീ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ ഗീയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഡാൽഡ RKG അങ്ങനെ എന്തൊക്കെ ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറ്റിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ ബിരിയാണിക്കൊക്കെ ഇത് ഫ്രൈ ചെയ്യുമല്ലോ സവാള, അതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഓയിലും ഗീയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ചൂടാകുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം സവാള ഇട്ട് കൊടുക്കാൻ. കാരണം സവാള ഇതായാൽ കരിഞ്ഞു പോയാൽ നമ്മുടെ റൈസിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയി പോകും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാനേ പാടുള്ളൂ, കരിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ റൈസിൻ്റെ കളറിനെ മാറിപ്പോവും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പട്ട, അതുപോലെ 4-5 ഗ്രാമ്പു, 5-6 ഏലക്ക, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ സാജീരകം, ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക്, മാഗി ക്യൂബ് ഉണ്ടല്ലോ അത്, പിന്നെ അതുപോലെ തന്നെ ജാതിപ്രതിൻ്റെ കുറച്ച് പീസ്. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുക. പിന്നെ മാഗിയുടെ ക്യൂബ് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എൻ്റെ അടുത്ത് സാധാരണ ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യാറുണ്ട്, ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ മാഗിയുടെ ക്യൂബൊന്നും വാങ്ങിക്കാറില്ല, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അലിഞ്ഞു പോയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ അരി നമ്മൾ സാധാരണ 5 കപ്പാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ 5 കപ്പിന് 7.5 കപ്പ് വെള്ളമാണ് ഞാൻ കെറ്റിലിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകണ്ട കേട്ടോ, കാരണം നമുക്ക് നെയ്ച്ചോറും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വറ്റിച്ചെടുക്കുന്ന റൈസല്ലേ, അപ്പോൾ അതിൽ കൂടുതൽ ഉപ്പ് ഉണ്ടാകാൻ പാടില്ല. മറ്റേ സാധാരണ തിളപ്പിച്ച് ഊറ്റുന്ന റൈസ് ഉണ്ടാക്കണമെങ്കിൽ ബിരിയാണിക്ക് മന്തിക്കൊക്കെ തിളപ്പിച്ച് ഊറ്റുകയാണെങ്കിൽ അതിൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്തിച്ച് നിൽക്കണം. ഇത് കുറച്ച് ബാക്കോട്ടായാലും കുഴപ്പമില്ല, നമ്മൾ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല പാകത്തിനായിക്കോളൂ കേട്ടോ. ഉപ്പ് കൂടി പോകണ്ട, അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ച അരി നമ്മൾ സ്റ്റെയിനറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് പാൻ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റെയിനറിലോട്ട് മാറ്റിയിട്ടാണ് പാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കൂടുതൽ വെള്ളം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം നമ്മളിത് 3 മണിക്കൂർ കുതിർത്തിട്ടാണ് ഈ അരി എടുക്കുന്നത്. അപ്പോൾ ഇതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം മാത്രം മതി എന്ന് പറയുന്നത് കേട്ടോ. കാരണം 3 മണിക്കൂർ കുതിർന്ന് വരുന്നുണ്ടല്ലോ, അപ്പോൾ റൈസിന് അധികം വേവാനുണ്ടാവില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ വെള്ളം വാരാനായിട്ട് സ്റ്റെന്നറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം അരിയിൽ നിന്ന് ഫുൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ റൈസിനും കൂടി വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളം കൂടുതൽ കൂടിപ്പോവും. ഇനിയിപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോഴാണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ ഒരു അഫ്ഗാനി മസാല എന്ന് പറഞ്ഞൊരു പൗഡർ വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ നിന്നാണ് വാങ്ങാറുള്ളത്. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ടീസ്പൂണിനാണെങ്കിൽ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം 1 കിലോ റൈസിലോട്ട്. ടേബിൾ സ്പൂണിനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. അതും ആ സാജീരകത്തിൻ്റെ ഫ്ലേവറും നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പം നല്ല പോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റി വരണം കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് തുറന്ന് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ തിളച്ച് വന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതായിരുന്നു. അപ്പോൾ വെള്ളം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുങ്കുമപ്പൂവ്, അതായത് 1/4 ടീസ്പൂണോളം കുങ്കുമപ്പൂവ് 1/4 കപ്പ് പാലിൽ ചൂടാക്കിയിട്ട് അതിലിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതൊന്നിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ 1/4 കപ്പ് പാൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലൊരു 3/4 ടീസ്പൂണോളം കുങ്കുമപ്പൂവ്, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കണം. കുതിരാനായിട്ട് വെക്കണം കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാജീരകത്തിൻ്റെ പൗഡറാണ്. അതൊരു ടീസ്പൂണാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കുങ്കുമപ്പൂവും പാലും കൂടി മിക്സ് ചെയ്തത് കുറച്ച് ചൂടുള്ള പാലിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നല്ല ഈ ഒരു യെല്ലോയിഷ് കളർ വരുള്ളൂ, നല്ല കുതിർന്ന് കിട്ടുള്ളൂ കുങ്കുമപ്പൂ പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതിയോ, അപ്പോൾ തന്നെ അത് കളർ ചേഞ്ചായി വരും. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ തീ അത്ര ലോ ഫ്ലെയിം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അടിയിലൊരു തട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ പഴയ ചപ്പാത്തിക്കല്ല് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാന് വെച്ചിട്ട് അങ്ങനെ ദം ചെയ്തെടുത്താലും മതി. എന്തായാലും ഒരു 10 മിനിറ്റ് അങ്ങനെ ദം ചെയ്തെടുക്കുക. അപ്പോഴേ നല്ല ഈ ഒരു ഫ്ലേവറൊക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ദം ചെയ്തെടുക്കാൻ കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴാണ് സൗകര്യം തുറക്കാന്ന് വെച്ചാൽ ആ സമയത്ത് വന്നിട്ട് തുറന്നാൽ മതി. എപ്പോഴാണ് നമുക്കത് വിളമ്പാൻ ആവശ്യം എന്ന് വെച്ചാൽ അപ്പോൾ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഇപ്പോഴാണ് ചോറ് വിളമ്പാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റൈസ് കേട്ടോ. തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല, നല്ല ടേസ്റ്റുള്ള റൈസായിരുന്നു. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള റൈസാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫ്ലേവർ കേട്ടോ. ആ സാജീരകത്തിൻ്റെയും ആ അഫ്ഗാനിൻ്റെ ആ മസാല പൗഡർ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഈ ഒരു റൈസിന്. പിന്നെ നെയ്യും അതുപോലെ തന്നെ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വേറൊരു ഫ്ലേവർ. സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലാണല്ലോ സാധാരണ എല്ലാം തയ്യാറാക്കാറ് മന്തിക്കാം. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ല ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ അഫ്ഗാനി മസാല പൗഡർ ഷോപ്പിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, ഓൺലൈനിലുണ്ട്. അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഏതെല്ലാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.